നമ്മളങ്ങനെ തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിന് മുൻപിലെത്തിയിട്ടാ. ക്ഷേത്രം അടച്ച് 2 മണിയായി. കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി വൈകുന്നേരമായി. പഴയ പുരാതന ക്ഷേത്രമാണ്. ഒന്ന് ക്ഷേത്രം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. അകത്തേക്ക് കയറാൻ പറ്റുമോ നോക്കാം. അത് വെച്ച് തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം അത് തോന്നിട്ടുണ്ടോ? അടച്ചേക്കാണല്ലേ. ക്ലോസ്ഡാണ്. വർഷത്തിൽ 2 ഉത്സവം, മീനമാസത്തിലും തുലാമാസത്തിലും അല്ലേ. ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെ പേര് ആദികേശവ പെരുമാൾ എന്നാണ്. മരകതവല്ലി നാച്ചിയാർ എന്നാണ് അമ്മയുടെ പേര്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം പടിഞ്ഞാറോട്ടാണ്. ചേരനാട്ട് ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലെ ഹാൾ ഒറ്റക്കല്ലിൽ തീർത്തതായിരുന്നു. ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെ മേൽ നമ്മാഴ്വാർ 11 പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇവിടെയുള്ള ആദികേശവ പെരുമാൾ 16,008 സാളഗ്രാമക്കല്ലുകളുടെ മിശ്രിതമാണ്. കടുശർക്കര യോഗം എന്ന സംയുക്തം. 108 ദിവ്യദേശങ്ങളിൽ ഇടതുവശത്ത് ഏറ്റവും വലിയ അനുഗ്രഹം നൽകുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലുതാണ്. ഈ ദേവാലയത്തിന് 22 അടി നീളമുണ്ട്. ശ്രീകോവിലിലെ 3 നില കവാടങ്ങളിലൂടെ മാത്രമേ ഈ ശയനക്കോല പെരുമാളിനെ കാണാൻ കഴിയൂ. ഈ 3 ലെവൽ കവാടങ്ങളെ യഥാക്രമം തിരുമുഖം, തിരുക്കാരം, തിരുപ്പാദം എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവട്ടാറിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ആദികേശവ പെരുമാൾ ക്ഷേത്രം. 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിലൊന്നായ ഈ ക്ഷേത്രം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. കോതൈ, പറളി, താമരഭരണി എന്നീ 3 നദികളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രത്തെ ചേരനാട്ടിലെ ശ്രീരംഗം എന്നും വിളിക്കുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠ അനന്തശയന രൂപത്തിലുള്ള 22 അടി നീളമുള്ള വിഗ്രഹമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെ ഇവിടെയും 3 വാതിലുകളിലൂടെ വേണം ഭഗവാനെ ദർശിക്കാൻ. തിരുവനന്തപുരത്ത് കിഴക്കോട്ട് അഭിമുഖമായാണ് പ്രതിഷ്ഠയെങ്കിൽ ഇവിടെ പടിഞ്ഞാറോട്ടാണ് ദർശനം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തെക്കാൾ വലുതാണ് ഇവിടുത്തെ വിഗ്രഹം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ വിഗ്രഹത്തിന് 22 അടി നീളമാണുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് 18 അടി നീളമേ ഉള്ളൂ. എന്നാൽ രണ്ടിടത്തെയും പൂജാരീതികൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും സാമ്യവുമുണ്ട്. മനുഷ്യകുലത്തിന് അത്യധികം ആപത്തുകൾ വരുത്തിവെച്ച കേശി എന്ന അസുരനുമായി ആദികേശവ പെരുമാൾ യുദ്ധം ചെയ്യുകയും അവസാനം അസുരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അയാളുടെ ശരീരത്തിൽ കിടന്നുറങ്ങുകയും ചെയ്തു. ആ സമയത്ത് കേശിയുടെ പത്നി ആസുരി ഗംഗാദേവിയെ പ്രാർത്ഥിച്ച് ഭഗവാനിൽ നിന്ന് തന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് കേണപേക്ഷിച്ചു. ഈ രോദനം കേട്ട മാത്രയിൽ തന്നെ ഗംഗയും താമ്രപരണി നദിയും ഒരുമിച്ചൊഴുകിയെത്തി വളരെ വേഗത്തിൽ കേശിയുടെ പുറത്തു കിടന്നുറങ്ങുന്ന ഭഗവാനെ കണ്ടെത്തി. 2 നദികളെയും ഒരുമിച്ച് കണ്ട മാത്രയിൽ തന്നെ ഭഗവാൻ ഭൂമിദേവിയോട് ആ പ്രദേശത്തെ ഒന്ന് ഉയർത്തുവാൻ ആവശ്യപ്പെട്ടു. ഭൂമിദേവി ആ പ്രദേശത്തെ ഉയർത്തിയത് കാരണം അവിടെ പ്രളയം സൃഷ്ടിക്കാൻ 2 നദികൾക്കുമായില്ല. പകരം ഭഗവാന്റെ ചുറ്റിനും ഒഴുകിത്തുടങ്ങി. അവസാനം എപ്പോഴാണോ 2 നദികളും കേശിയുടെ ശരീരത്തിൽ സ്പർശിച്ചത് അപ്പോൾ തന്നെ കേശിക്ക് മുക്തി ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഭഗവാനെ ഇവിടെ ആദികേശവ പെരുമാൾ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോഴും ക്ഷേത്രം ഭൂനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കാണാവുന്നതാണ്. ഒരു അസുരനായിരുന്നിട്ടു കൂടി കേശിക്ക് ഭഗവാന്റെ തിരുമേനിയെ കെട്ടിപ്പിടിക്കുവാനുള്ള ഭാഗ്യം യുദ്ധത്തിനിടയിൽ ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് എത്രയും പെട്ടെന്ന് മുക്തി ലഭിക്കുകയും ചെയ്തത്. വാസ്തുവിദ്യ നോക്കുകയാണെങ്കിൽ കേരളീയ ശൈലിയിലുള്ള നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ധാരാളം ദാരുശില്പങ്ങളും ചുമർചിത്രവും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ദർശന സമയം സാധാരണയായി രാവിലെ 5 മുതൽ 11:45 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7:45 വരെയുമാണ്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ദർശന സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അകത്ത് കയറുവാൻ സാധിച്ചില്ല. അതൊരു നഷ്ടം തന്നെയാണ്. എന്നാലും ഇനിയൊരിക്കൽ വരുമ്പോൾ ആവാം ദർശനം. ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ കൂടി ആ സമയത്ത് സാധിക്കുമെങ്കിൽ പകർത്തുവാൻ ശ്രമിക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ സുഹൃത്തുക്കളുടെ എണ്ണം ഏകദേശം 27,000-ഓളം ആയിട്ടുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്ത് സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി. എന്നിരുന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് വളരെ കുറവാണ്. തുടർന്നും എല്ലാവരുടെയും സഹകരണവും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രമാണ്. ഇത് ഒന്ന് കയറി കാണുന്നുണ്ടായിരുന്നു. എന്തായാലും സമയമില്ല. ഇനി 5 മണിക്കേ തുറക്കുള്ളൂ. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ ഇവിടെ വരാം. നമ്മളിങ്ങനെ ഈ ക്ഷേത്രത്തെ പറ്റി ഓർത്തായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ
വരാമായിരുന്നു.